ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആവർത്തന പട്ടിക, അതായത് പീരിയോഡിക് ടേബിളിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ്. ഇതിൻ്റെ നേരത്തെ തന്നെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. വീഡിയോ മൊത്തത്തിൽ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ ഗ്രൂപ്പ്, പീരീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും വലിയ ആറ്റം. ആകെ 118 ആറ്റങ്ങളാണുള്ളത് അല്ലേ. അതിലെ ഏറ്റവും വലിയ ആറ്റമാണ് ഫ്രാൻസിയം. ഏറ്റവും വലിയ സ്ഥിരതയുള്ള ആറ്റം സീസിയം ആണ്. ഏറ്റവും വലിയ ആറ്റം ഫ്രാൻസിയം, ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം, ഏറ്റവും ലഘുവായ ആറ്റം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്, അതായത് ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം, ഏറ്റവും ലഘുവായ ആറ്റം, ഇവയൊക്കെ ഏതാണ്? ഹൈഡ്രജനാണ്. ഏറ്റവും ചെറിയ ആറ്റം ഹീലിയം, ഏറ്റവും ലഘുവായ ആറ്റം, ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം, ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം, ഇവയൊക്കെ ഹൈഡ്രജൻ. ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറാനുള്ള മൂലകത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറാനുള്ള മൂലകത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേര് ഓക്സീകരണം എന്നാണ്. ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനം എന്താ? നിരോക്സീകരണം അല്ലേ. നമുക്ക് പഠിക്കാം. അടുത്തത്, ആവർത്തന പട്ടികയിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുന്നു. നമ്മൾ നേരത്തെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആവർത്തന പട്ടികയിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണ് അല്ലേ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോ പോസിറ്റിവിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോ പോസിറ്റിവിറ്റിയും കൂടുന്നു. ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ സൈസ് കുറയുമായിരുന്നു. ഇവിടെ ഇലക്ട്രോ പോസിറ്റിവിറ്റിയും കുറയുകയാണ്. ഓക്കെ, അടുത്തത്, ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും? ഫ്രാൻസിയം ആയിരിക്കും. അതായത് ഏറ്റവും വലിയ സൈസുള്ള, ഏറ്റവും വലിയ ആറ്റം എന്നറിയപ്പെടുന്ന ഫ്രാൻസിയത്തിന് തന്നെയാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലും. അടുത്തത്, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിരതയുള്ള മൂലകം സീസിയാണ്. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ മൂലകം ഫ്രാൻസിയം, ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയ സ്ഥിരതയുള്ള മൂലകം സീസിയം. ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ മൂലകം ഫ്ലൂറിൻ. അടുത്ത് നോക്കാൻ പോകുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ്. ഇലക്ട്രോണുകളെ ആകർഷിച്ച് നെഗറ്റീവ് ചാർജുള്ള അയോണുകളായി മാറാനുള്ള മൂലകത്തിൻ്റെ കഴിവാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോണുകളെ ആകർഷിച്ച് നെഗറ്റീവ് ചാർജുള്ള അയോണുകളായി മാറാനുള്ള മൂലകത്തിൻ്റെ കഴിവ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോണുകളെ ആകർഷിച്ച് പോസിറ്റീവ് ചാർജുള്ള അയോണുകളായി മാറാനുള്ള കഴിവാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റിയെ നമ്മൾ ഓക്സീകരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനത്തിന് നമ്മൾ എന്താ പറയുന്നത്? നിരോക്സീകരണം എന്നാണ് പറയുന്നത്. ഇലക്ട്രോ പോസിറ്റിവിറ്റി, ഓക്സീകരണം, ഇലക്ട്രോ നെഗറ്റിവിറ്റി, നിരോക്സീകരണം. അടുത്തത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി മുകളിൽ നിന്ന് താഴേക്ക് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുന്നു. അങ്ങനെയാണെങ്കിൽ പീരിയഡിൽ, അതായത് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ ചെയ്യുന്നത്? കൂടി വരുന്നു അല്ലേ. അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്തായിരുന്നു? അതിൻ്റെ ഓപ്പോസിറ്റ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കുറഞ്ഞു വരുന്നു. ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടി വരികയായിരുന്നു ചെയ്തിരുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇടത്തുനിന്ന് വലത്തേക്ക് കൂടി വരികയാണ്, ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്? ഫ്ലൂറിനാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കുറവുള്ളത് ഫ്ലൂറിനാണെന്ന് പറഞ്ഞിരുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ളതും ഏതാണ്? ഫ്ലൂറിൻ തന്നെയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ് ഏതിനാണ്? സീസിയത്തിനാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ഫ്ലൂറിൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ് സീസിയം. ഇനി ഇലക്ട്രോ നെഗറ്റീവ് സ്കെയിൽ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ലിനസ് പോളിംഗ് ആണ്. ആ സ്കെയിലിനെ പറയുന്ന പേര് പോളിംഗ് സ്കെയിൽ എന്നാണ്. അതായത് ആ പേര്, ലാസ്റ്റത്തെ പേര് വെച്ചിട്ട് തന്നെയാണ് ആ സ്കെയിലിന് പേര് കൊടുത്തിട്ടുള്ളത്. ലിനസ് പോളിംഗ് സ്കെയിൽ. എന്താ പോളിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിൽ വികസിപ്പിച്ചെടുത്ത, ഇലക്ട്രോ നെഗറ്റിവിറ്റി സ്കെയിലാണ് പോളിംഗ് സ്കെയിൽ. ഓക്കെ, ഇനി ഈ പോളിംഗ് സ്കെയിൽ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ലിനസ് പോളിംഗ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യം, ഒരാറ്റത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഒരാറ്റത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവിനെയാണ് നമ്മൾ സംയോജകത എന്ന് പറയുന്നത്. ഒരാറ്റത്തിന് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവിനെയാണ് നമ്മൾ സംയോജകത എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ ഗ്രൂപ്പിൻ്റെയും സംയോജകത എത്രയാണ് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് സംയോജകത. അപ്പോൾ
ഒന്നാമത്തെ ഗ്രൂപ്പിൽ എത്രയാണ് സംയോജകത? 1 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 2. ഗ്രൂപ്പ് 13-ന് 3 ആണ്. ഗ്രൂപ്പ് 14 4. ഗ്രൂപ്പ് 15 3. ഗ്രൂപ്പ് 16 2. ഗ്രൂപ്പ് 17 1. ഗ്രൂപ്പ് 18 0. ചെറിയൊരു ട്രിക്കിലൂടെ ഓർത്ത് വെച്ചാൽ മതി. ഗ്രൂപ്പ് 1 തന്നെ, 2 2. പിന്നെ അതിനിടയിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇല്ല. അതിൽ കഴിഞ്ഞിട്ട് നമ്മൾ 13ാമത്തെ ഗ്രൂപ്പാണ് പറയുന്നത്. 13 3 തന്നെ, 14 4. ദെൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. 15 വീണ്ടും 3, 16 2, 17 1, 18 0. ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യം, ഗ്രൂപ്പ് 3 മുതൽ 12 വരെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നതിനാലാണ് അവയ്ക്ക് വ്യത്യസ്ത സംയോജകത അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ 13 മുതൽ 12 വരെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നതിനാൽ അവയ്ക്ക് വ്യത്യസ്ത സംയോജകതയാണ്. ഇനി ഓരോ മൂലക ആറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിൽ വന്നു ചേരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി മൂലകങ്ങളെ SPDF ബ്ലോക്കുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പേ നമ്മൾ എലമെൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, ഓരോ മൂലക ആറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിൽ വന്നു ചേരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് മൂലകങ്ങളെ SPDF എന്ന ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെല്ലുകളും സബ് ഷെല്ലുകളൊക്കെ അറിയാമോ? ഷെല്ലുകൾ എത്ര? KLMN എന്ന 4 ഷെല്ലുകളും അതിന് SPDF എന്ന 4 സബ് ഷെല്ലുകളും ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, ഇനി എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് 1ാം ഗ്രൂപ്പ് മൂലകങ്ങളും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുമാണ്. P ബ്ലോക്ക് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങളാണ്. D ബ്ലോക്ക് എന്ന് പറയുന്നത് 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ്. ഇനി F ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ്. ഇനി SP ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് മെയിൻ ഫ്രെയിം മൂലകങ്ങൾ എന്നാണ്. എന്താണ് മെയിൻ ഫ്രെയിം മൂലകങ്ങൾ? F ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഉപസംക്രമണ മൂലകങ്ങളാണ്. അതായത് ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളും ആണ് F ബ്ലോക്ക് മൂലകങ്ങൾ. അവയെ അറിയപ്പെടുന്നത് ഉപസംക്രമണ മൂലകങ്ങൾ എന്നാണ്. ഇനി D ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്. അപ്പോൾ ഇത്രയാണ് SPDF ബ്ലോക്ക് മൂലകങ്ങൾ. ഓക്കെ, അതായിരുന്നു SP ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് മെയിൻ ഫ്രെയിം മൂലകങ്ങൾ. F ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ഉപസംക്രമണ മൂലകങ്ങളാണെങ്കിൽ D ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പീരിയോഡിക് ടേബിൾ എന്ന ഭാഗത്തെ. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്.